മിണ്ടരുത് മിണ്ടിപ്പോവരുത്. എടോ മിണ്ടരുത് മിണ്ടരുത് എന്ന് പറഞ്ഞ് എന്റെ വഴി തെറ്റിക്കുന്നാണല്ലോ തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ന് മിമിക്രി അങ്കിള് വേറെ ഏതോ ക്യാരക്ടറായിട്ട് മാറിയിരിക്കാം. അയ്യോ 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 അയ്യോ, എന്റെ വണ്ടി ഇപ്പൊ റൂട്ട് മാറി പോവാണല്ലോ. അതെ അനന്തരവാ, ഭൂമി ഉരുണ്ടതാട്ടോ. എന്റെ സ്കൂട്ടർ വട്ടം കറങ്ങുന്നത് കണ്ടില്ലേ? ആ റൗണ്ട് ആൻഡ് റൗണ്ട്. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഹാൻഡിൽ അമ്മാവന്റെ കയ്യിലല്ലേ, അതൊന്ന് സ്ട്രൈറ്റ് ആക്ക്. അത് പറഞ്ഞ ശരിയാണല്ലോ. ദേ ഞാൻ ഇപ്പൊ സ്ട്രൈറ്റ് ആക്കിയേക്കാം. മിണ്ടിപ്പോകരുത്. ഇന്ന് ഞാൻ ആരെയാണോ കണി കണ്ടത്? കാടും കാട്ടുമൃഗമൊക്കെ എന്റെ പുറകെ വരുന്നുണ്ടല്ലോ. എന്റെ അമ്മേ, എടോ മിമിക്രി, തന്നോട് കൊണ്ടുവരാൻ പറഞ്ഞത് ബർഗറാണ്, അല്ലാതെ കൊരങ്ങന്മാരെ അല്ല. വെടിവെക്കല്ലേ. താൻ എന്തിനാടോ ആ ഫയല് തല തിരിച്ചു വെച്ചിരിക്കുന്നത്? കാളെ പറ്റൊന്ന് പറഞ്ഞോടനെ നീ കയറെടുക്കുമല്ലേ? ഈ ബഹദൂർ എപ്പോഴാ കൊരങ്ങനായി മാറിയത്? ഇതാകെ ഗുലുമാലായല്ലോ. ഇത് പോലീസ് സ്റ്റേഷനോ അതോ മങ്കി സ്റ്റേഷനോ? എടാ ചില്ലു ബില്ലു, നിങ്ങൾ രണ്ടുപേരും ഇവിടെയാണല്ലേ? ഹലോ മാഡം, ക്ഷമിക്കണം കേട്ടോ. ദയവായി എന്നോട് ക്ഷമിക്കണം. ഈ രണ്ട് കൊരങ്ങന്മാരും വെറും പാവങ്ങളാ. താനെന്താ ഈ പറയുന്നേ? മോളിക്കറിയിരിക്കുന്നോണ്ട് പേടിച്ചാന്ന് കരുതണ്ട. ഇവിടെ ഇരുന്ന ആ കൊരങ്ങന്മാരെ ഞാൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ പോലീസ് മാഡം. അയ്യോ, പോലീസ് മാഡം എവിടെ പോയി? ഇവിടെ എന്താ നടക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. വീട്ടിലെ സാധനങ്ങൾ കാണുന്നില്ല, പോലീസ് സ്റ്റേഷനിലെ പോലീസിനെയും കാണുന്നില്ലല്ലോ. അതിരേ, ഞാൻ ഇവിടെ ഒരു ഫയല് തെരഞ്ഞോണ്ടിരിക്കുക. ഇവിടെ പോലീസില്ലെന്ന് ആരാടോ പറഞ്ഞത്? അതെ പോലീസ് മാഡം, പട്ടാപ്പകല് നഗരത്തിൽ മോഷണം നടക്കുമ്പോ ഈ പോലീസുകാർ എവിടെ പോയെന്നാ? പോലീസ് മാഡം, ഞാൻ ഇവിടെയാണ്. ഇത് നല്ല കഥ. ഇവിടെ പോലീസ് തന്നെ ജയിലിനകത്തായി. ഇനിയിപ്പോ കള്ളനെ ആര് പിടിക്കാനാ? ഞാനൊരു പോലീസ് ഇവിടെ നിൽക്കുമ്പോൾ കള്ളന്മാർക്ക് അത്രയ്ക്ക് ധൈര്യമോ? പട്ടാപ്പകൽ കൊള്ളയോ? പോലീസ് ഫോഴ്സിന് മുഴുവൻ ഇപ്പോൾ കളമിറക്കും. ഇവരെങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കൊന്നറിയണം. ബഹദൂറെ, വണ്ടി എടുക്ക്. ഓ, ഇവന് ചെവി കേൾക്കില്ലല്ലോ. വണ്ടി എടുക്കാൻ പറഞ്ഞ ഉടനെ നാക്ക് നീട്ടിക്കോളും. ഹലോ ഹലോ അനന്തരവാ, എനിക്ക് ചെറിയൊരു സഹായം ആവശ്യമുണ്ട്. മാന്യമഹാജനങ്ങളെ, നിങ്ങൾ സിനിമയിലും മറ്റും പല സൂപ്പർ സ്റ്റാറുകളെയും കണ്ടു കാണും. പക്ഷേ ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രണ്ട് സൂപ്പർ സ്റ്റാർസ്, ഡില്ലുവും പിന്നെ പില്ലുവും. കയ്യടിക്ക് കയ്യടിക്ക്. അയ്യോ, ഇമാര് മിമിക്രി ചേട്ടനെ ഔട്ടാക്കുന്ന തോന്നുന്നേ. ഈ രണ്ട് മങ്കീസും ഇവിടെ നിന്ന് അടിച്ചു പൊളിക്കുന്ന ഉറപ്പാ. മിണ്ടിപ്പോകരുത് മരമണ്ട. ഈ മിമിക്രി വായന തോപ്പിക്കാനായിട്ട് ഇതുവരെ ആരും ജനിച്ചിട്ടില്ല, ഇനിയിട്ടിപ്പോ ജനിക്കാനും പോണില്ല. എനിക്ക് ബാൽക്കണിയിൽ ടിക്കറ്റ് കിട്ടിന്ന് തോന്നണേ. കളി തുടങ്ങിഷ്ട. എടോ ബഹദൂറെ, എല്ലാരോടും പറഞ്ഞേക്ക്, ഇമയൊന്ന് ചിമ്മാൻ പോലും പാടില്ല. കള്ളൻ ഏത് രൂപത്തിലാ വരാൻ ആർക്കും പറയാൻ പറ്റില്ല. കൊച്ചിർക്കൻ എന്താണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അമ്മാവാ, ഞാൻ താഴെ കൂട്ടത്തിനോടൊപ്പം നിന്നേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാ ഉടനെ എനിക്ക് സിഗ്നൽ താ. ഓക്കെ? അനന്തരവാ, നീ വിഷമിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. മാന്യമഹാജനങ്ങളെ, ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ലോകം മൊത്തം ഇന്ന് മൊബൈൽ ഗെയിമിന് അടിമപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അക്കാര്യത്തിൽ എന്റെ ഡില്ലുവും പില്ലുവും ഒട്ടും പുറകോട്ടല്ല. ഇപ്പൊ ആരും ആ കഥ പറയാറില്ല. ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഒരു റാണി ഉണ്ടായിരുന്നു എന്ന്. കയ്യടിക്ക് കയ്യടിക്ക്. മാന്യമഹാജനങ്ങളെ, കണ്ടില്ലേ അവര് രണ്ടുപേരും എങ്ങനെ തള്ളി പിടിക്കുന്നെന്ന്? മൊബൈൽ ഗെയിം കാരണം ഇപ്പോൾ രണ്ടുപേരും തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ്. ഡില്ലു ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ്. അവന് ഈ സിറ്റി വിട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുക. പക്ഷെ പില്ലുവാകട്ടെ ഇപ്പോഴും മൊബൈൽ ഗെയിം കളിക്കാനുള്ള തിരക്കില. അവൾക്ക് വേറൊന്നിലും ശ്രദ്ധയില്ല. അയ്യോ, മാറിക്കോ മാറിക്കോ.
താക്കോല നിന്നോട് ജീപ്പ് എടുത്തോണ്ട് വരാനല്ലേ പറഞ്ഞത്? എവിടുന്നാടാ ഈ ചാടുവണ്ടി കൊണ്ട് വന്നത്? ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു വണ്ടി. ഇതാ പിടിച്ചോ. എല്ലാവരും കൂടെ എന്നെ പന്ത്രണ്ട് കൊല്ലുമെന്നാ തോന്നുന്നു. ഹൈ, ഈ ഗുല്ലു മങ്കി കാണിക്കുന്ന കുസൃതികൾ കാണാൻ നല്ല രസമുണ്ടല്ലോ. ഇവൻ ആളൊരു രസികൻ തന്നെ. ഓഹോ മാനുമഹാ ജനങ്ങളെ, ബില്ലുവിന്റെ ഉന്നം ഒരു അല്പം തെറ്റിപ്പോയി. കാരണം അവന്റെ ശ്രദ്ധ വേറെ എവിടെയോ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അവന് ഏതാണ്ട് കാര്യം പിടികിട്ടിയിരിക്കുകയാണ്. സഹോദരൻ സഹോദരി സ്നേഹമാണ് ഏറ്റവും പ്രധാനം, അല്ലാതെ മൊബൈൽ കളിയല്ല. കണ്ടോ, സഹോദരനും സഹോദരിയും തമ്മിലുള്ള വഴക്ക് കഴിഞ്ഞിരിക്കുന്നു. വരൂ വരൂ, എല്ലാവരും ചേർന്ന് കൈയടിക്കൂ. ഇനി എല്ലാവരും ഇഷ്ടം പോലെ കാശെടുത്ത് കൊടുക്കൂ. അടിക്കൂ അടിക്കൂ, കൈയടിക്കൂ കൈയടിക്കൂ. അത്ര പെട്ടെന്ന് മാർക്ക് ഞാൻ 10 രൂപ കാശ് കൊടുക്കില്ല. ഇത് കണ്ടില്ലേ അനന്തരവാ, നല്ല രസമുണ്ട് കേട്ടോ. ഒന്നും പറയണ്ട, കലക്കിയിട്ടുണ്ട്. എന്റെ എല്ലാം മോഷണം പോയി, എല്ലാം കൈവിട്ടു പോയി. അമ്മാവാ, നിങ്ങളോട് ഞാൻ കള്ളനെ വാച്ച് ചെയ്യാനല്ലേ പറഞ്ഞേ? എന്നാ പിന്നെ നിങ്ങൾ പറ, എന്താ പ്രശ്നം? അത് പിന്നെ എന്റെ പോലീസ് മാഡം, ഞങ്ങള് ഗുല്ലുവിന്റെ ഷോ കണ്ട വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോ ലോക്കൽ ഒന്നും ബാക്കിയില്ല. ആ കള്ളന്മാര് ബാക്കി വെച്ചിട്ട് പോയത് വാഴപ്പഴത്തിന്റെ തോല് മാത്രമാ. പഴത്തിന്റെ തൊലിയോ? ശരി ശരി ശരി, നിങ്ങൾ എന്നാ ചെന്നോളൂ, ഞങ്ങളൊന്ന് നോക്കട്ടെ. ഡോ ബഹദൂർ, നീ കാരണം എനിക്കിപ്പോ കിട്ടിയതേ പഴത്തിന്റെ തൊലിയാ. എന്താടാ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ആ ബാഗ് എടുത്ത് മാറ്റി വെക്ക്. എന്റെ മാഡം, ഈ ബാഗിന് നല്ല ഭാരം ഉണ്ടല്ലോ. പോലീസ് മാഡം, കള്ളൻ പിടിപെട്ട് കഴിഞ്ഞു. ബില്ലുഡില് കൊരങ്ങന്മാരില്ലേ, പിന്നെ അവരുടെ മുതലാളി ഗുല്ലു. എന്നാലും അനന്തരവാ, അതെങ്ങനെയാ? വാഴപ്പഴത്തിന്റെ തോല്. ഗുല്ലു തന്റെ കൊരങ്ങനെ ബനാന കാണിച്ച എല്ലാ പണിയും ചെയ്യിപ്പിക്കുന്നേ. ടില്ലു ബാഗ് എടുത്തോണ്ട് പോകുമ്പോ തലയിൽ പൊക്കി പിടിച്ച് റിലാക്സ് ആയാ പോയത്. പക്ഷെ അവൻ തിരിച്ചു വന്നപ്പോ ബാഗ് വലിച്ചെഴിഞ്ഞാ കൊണ്ടുവന്നത്. കാരണം അത്രയ്ക്കത് ഹെവി ആയിരുന്നു. എന്തായാലും കൊരങ്ങന്മാരെ ജയിലിലിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മള് ഗുല്ലുവിനെ കയ്യോടെ പിടിച്ചേ പറ്റൂ. പോലീസ് മാഡം, ഗുല്ലുവിന്റെ അടുത്ത ഷോയിൽ നമ്മൾ വളരെ ഷാർപ്പായി നിന്നേ പറ്റൂ. അപ്പൊ ബനാനയും പിടിച്ച് നിക്കണോ? ടില്ലു ഈ സിറ്റി വിട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുക. പക്ഷെ പില്ലു മൊബൈൽ ഗെയിമിന് അടിമയായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സഹോദരനുമില്ല സഹോദരിയുമില്ല. ഹലോ മാഡം, ബിൽഡിംഗ് നമ്പർ 4ന്റെ സെക്കൻഡ് ഫ്ലോർ ജനലിലെ ബനാന വലിച്ചെറിയേ. ആഹാ, ഈ ഡില്ലു കാരണം ഞാനിപ്പോൾ കുടുങ്ങിപ്പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാന്യമഹാജനങ്ങളെ, ഡില്ലുവിനെ സമാധാനിപ്പിക്കാൻ ഞാൻ നേരിട്ട് ചെന്നാലേ പറ്റുള്ളൂ എന്നാ തോന്നുന്നേ. പോലീസ് മാഡം, അവിടെ തന്നെ നിക്കേ, ഗുല്ലു വരുന്നുണ്ട്. അമ്മാവാ, സ്കൂട്ടർ സ്റ്റാർട്ട് ആയി. എടാ ഡില്ലു, ഡില്ലു, നീ കൊള്ളാലോ ഡില്ലു, അടിപൊളി. ഇത്ര തിരക്ക് പിടിച്ച് എങ്ങോട്ടാടാവോ? പെട്ടെന്ന് എന്ന് അവനെ പിടിക്കേ. അതെ അനന്തരവാ, ഇത്രയും ഫ്രൂട്ട്സ് ഞാൻ ഒരാഴ്ച വെച്ച് കഴിച്ചാലും തീരില്ല. ഇതെങ്ങോട്ട് നോക്കിയാടോ വണ്ടി ഓടിക്കുന്നേ? മാങ്ങാ തൊലി. ആരാടോ തന്നെയൊക്കെ വണ്ടി ഓടിപ്പിക്കാൻ പഠിപ്പിച്ചത്? പോലീസ് മാഡം, നിങ്ങൾ ലെഫ്റ്റ് കട്ട് ചെയ്തോ. അടുത്ത സ്ട്രീറ്റിൽ എന്റെ സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യേ. ഓക്കെ? എങ്ങോട്ടാടാ പോകുന്നത്? ലെഫ്റ്റ് കട്ട് ചെയ്തോ. അമ്മാവാ, ലെഫ്റ്റ് സൈഡിൽ ഒരാള് ബാഗ് വിൽക്കാൻ വേണ്ടി നിൽക്കുന്ന കണ്ടില്ലേ? അയാളുടെ അടുത്തേക്ക് ചെല്ലേ. ചേട്ടാ, ബാഗ്
തിരിച്ചു തന്നേക്കാം കേട്ടോ, പ്രോമിസ്. എന്റെ അനന്തരവാ, എന്താ നിന്റെ പ്ലാന്? അമ്മാവാ, കുട്ടിക്കാലത്ത് നിങ്ങളല്ലേ എനിക്ക് കഥ പറഞ്ഞു തന്നെ, കുരങ്ങന്മാരെല്ലാം കോപ്പിക്കാറ്റ് ആണെന്ന്. നമ്മൾ ചെയ്യുന്ന പോലെയൊക്കെ അവർ ചെയ്യും. പോലീസ് മാഡം, ഗുല്ലു ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്കാ വന്നോണ്ടിരിക്കുന്നേ. ഒലക്കയുടെ മൂട് എങ്ങോട്ടാടാ ഓടുന്നത്? നിയമത്തിന്റെ കുരുക്കിൽ നിന്നും പോലീസിന്റെ തൊഴിലിൽ നിന്നും ആർക്കും രക്ഷയില്ല. എടാ കൊച്ചേർക്ക, ഈ ടില്ലു ബില്ലുവിനെ എന്ത് ചെയ്യാനാ? അവര് രണ്ടുപേരും എന്റെ കൂട്ടുകാരെ മാറിക്കഴിഞ്ഞു. ദേ ഇത് കണ്ടോ, അല്ലേ അമ്മവാ? അതേ അനന്തരവാ.